പക്ഷെ നിന്ന് വിദ്യ നിഷേധിക്കപ്പെട്ട ഒരു മകനാണ് ഞാൻ. കവിത എന്ന് പറയുന്ന കവിയുടെ സ്വാതന്ത്ര്യമാണ്. അദ്ദേഹത്തിന് എത്ര വരി വേണമെങ്കിലും എഴുതാം. ആ വാക്കുകൾ ഇന്നവരുടെ മാത്രമായിരുന്നു ഒരു കാലഘട്ടം. അപ്പൊ അത്രയും കൂടെ ആഴത്തിലേക്ക് ആൺമനസ്സ്. അപ്പൊ പിന്നെ അത്രയും ഈ വളഞ്ഞ് നോക്കിയാൽ തുടരണം എന്നുള്ള പുതിയ തലമുറയുടെ ചോദ്യം പ്രസക്തമാണ്. ഞാൻ സീർത്ത് വിളിക്കാതെ ഒരുത്തിനായിരുന്നു മോഹൻചന്ദ്രൻ ചിലപ്പോൾ കിട്ടില്ല എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് ഇന്നതല്ല, ഇന്ന് ഈസിയാണ്. എന്നെയൊക്കെ മതം മാറ്റാൻ വരെ വിളിച്ചതല്ലേ. മോഹൻചന്ദ്രൻ പൊതുവെ ഒരു ആബ്സെന്റ് മൈൻഡ് സ്വഭാവം. ഈ കണ്ണിലൂടെ ഉള്ളിലെ പ്രണയത്തിന് തീവ്രത വരുത്തണം. എന്റെ കയ്യൊപ്പായിരുന്നു. പാട്ട് വന്ന വഴിയിൽ ഇന്ന് എനിക്കൊപ്പം പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മയാണ്. സാർ, സ്വാഗതം. അപ്പം എനിക്കിതൊരു വലിയൊരു ഫാൻ ബോയ് മൊമെന്റ് ആണ് എന്നെ സംബന്ധിച്ച്. അതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റും എനിക്കുണ്ട്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു നിമിഷമാണ്, മുഹൂർത്തമാണ് ഇത്. എന്നെ സംബന്ധിച്ചിട്ട് എനിക്കും അതെ. നമ്മളൊക്കെ കാലഹരണപ്പെട്ട ലിസ്റ്റിലേക്ക് മാറിയിരിക്കുന്ന സമയത്ത്, പണ്ട് കാലം നല്ല ലൈനിലേക്ക് സമയത്ത് ധാരാളം ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കുറെ കാലം കഴിഞ്ഞിട്ട് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കാൻ വന്നൊരു തോന്നല്. അതുകൊണ്ട് എനിക്കൊരു പുതുമയുണ്ട്. അപ്പം സാറിന്റെ 3-ാമത്തെ വയസ്സിൽ അരിശ്രീ കുറിക്കാൻ വേണ്ടി അച്ഛന്റെ മടിയിലിരുത്തിയപ്പോ വായ തുറക്കാത്തതിന്റെ പേരിൽ അച്ഛൻ തറവാട്ടിലൊരു മുറിയിൽ പൂട്ടിയിട്ടിട്ട് ഇനി എഴുതിയതിനു ശേഷം, അരിശ്രീ എഴുതിയതിനു ശേഷം വെള്ളം കൊടുത്താൽ മതി എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട്, കഥ കേട്ടിട്ടുണ്ട്. അപ്പം ശരിക്കും എനിക്കറിയില്ല ഞാൻ ഇരിക്കുന്നത് വയലാറിന്റെ മടിയിലാണ്. വയലാർ ആരാണ് അച്ഛൻ എന്നുള്ളൊരു സങ്കല്പത്തിൽ അച്ഛനോട് നമുക്ക് ഭയമായിരുന്നു. പണ്ടത്തെ മക്കളൊക്കെ അങ്ങനെയല്ലേ, ചിലപ്പോൾ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ പറയുന്നില്ലാണ്ട് നമ്മൾ ഇത് ഇപ്പോഴത്തെ പോലെ തോളത്ത് കയറി നിന്ന് ചെവി നിന്ന് സ്വഭാവമില്ലല്ലോ. അപ്പൊ അന്നപ്പോ എനിക്കറിയില്ല. അപ്പൊ അച്ഛൻ കുറെ പേര് വിളിച്ചു, എന്റെ മോനെ ഞാൻ എഴുത്തിരുന്നു. അപ്പൊ അവർ പലരും വന്നു. അപ്പൊ അവരുടെ മുമ്പിൽ വെച്ചാണ് ഈ അഭ്യാസം കാണിച്ചത്. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു നിഷേധത്തിലൂടെയാണ് അക്ഷരം ഞാൻ ശരിക്കും അത് തന്നെയായിരുന്നല്ലേ ആദ്യത്തെ ഒരു പ്രചോദനം എഴുത്തിനുള്ള. അല്ല, അത് കഴിഞ്ഞ് എന്നെ കൊണ്ട് കൂട്ടിയിട്ടു. പിന്നെ എന്റെ നാട്ടിൽ എഴുതിച്ചത് മുത്തശ്ശിയമ്മ, അച്ഛനല്ല. അച്ഛൻ പിന്നെ എഴുതിച്ചില്ല. പക്ഷെ നിന്ന് വിദ്യ നിഷേധിക്കപ്പെട്ട ഒരു മകനാണ് ഞാൻ. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ വരാൻ വൈകിയത്. സാറ് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, വയലാർ എന്ന പാലാഴി കടഞ്ഞപ്പോ കിട്ടിയ ഒരു ചെറിയ എണ്ണക്കട്ടി മാത്രമാണ് ഞാനെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇത് തന്നെ, അത് എന്നും ഞാൻ പറയുന്നത്. കാരണം വെച്ചാല് ഇപ്പൊ മരിച്ചിട്ട് 49 കൊല്ലം 50 കൊല്ലം. ഇപ്പോഴും നമ്മള് ഒരു പ്രോഗ്രാമിനെ വിളിക്കുമ്പോഴും ഒരു ചടങ്ങ് ചെല്ലുമ്പോഴും വയലാറിന്റെ മകൻ എന്നുള്ളൊരു ഫസ്റ്റ് ലാംഗ്വേജ് അതാ, സെക്കൻഡ് ലാംഗ്വേജ് ആണ്. എനിക്കത് ഇഷ്ടം. എപ്പോഴും ഒരു തണലുണ്ടാവില്ല. ആ പേരിൽ നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു സ്നേഹവും വാത്സല്യവും പരിചരണവും ദേഷ്യവും വഴക്കവും കിട്ടും. പിന്നെ ഞാനെന്നുള്ള വ്യക്തിയേക്കാൾ എപ്പോഴും മുകളിൽ നിൽക്കുമ്പോൾ ഒരു തണലുണ്ട് എന്നുള്ളൊരു ബോധമുണ്ടല്ലോ. ആ തണലിന്റെ ചുറ്റും ധാരാളം മലയാളികളുണ്ട്. അത് നമുക്ക് വലിയൊരു, അതാണ് സുഖം. വയലാർ രാമവർമ്മ എന്നുള്ള അച്ഛനെ മാറ്റി നിർത്തി കഴിഞ്ഞാല് വയലാർ എന്നുള്ള എഴുത്തുകാരൻ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്? ഒട്ടും തന്നെ ഇല്ല. കാരണം വെച്ചാല് ഞാനൊക്കെ ഇതിന് ശേഷം ഒരു പാട്ട് സ്വാധീനിച്ചിട്ട് അല്ലെങ്കിൽ അച്ഛൻ എഴുതിൻ്റെ പാട്ടുകൾ കണ്ടോ കേട്ടിട്ടോ ഒന്നും അല്ല ഞാൻ എഴുത്തിലേക്ക് വന്നു. പക്ഷെ പാട്ടുകൾ എനിക്ക് ഇഷ്ടമായിരുന്നു. അതിൻ്റെ ഒരു ലോകം ഇപ്പോഴൊക്കെയാണ് അത് എഴുതി തുടങ്ങിയ ശേഷം അതിൻ്റെ ലോകത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കും. അത് വെറുതെ ഒരു ആഹാരം കഴിച്ചു പോകുന്ന നല്ല ബിരിയാണിയാണെന്ന് പറയുന്നത് അതിന് അപ്പുറത്തേക്ക് ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ ഡൈജസ്റ്റ് ചെയ്തതിന് ശേഷവും ഇതിന് ജീവിതം ഉണ്ടെന്ന് മനസ്സിലാക്കി ഇതിൻ്റെ തലം വേറെ നല്ലതൊക്കെ പിന്നീടാണ്. ഇപ്പോഴും ഞാൻ അച്ഛൻ്റെ പാട്ടുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതൊന്നും ഇപ്പോഴും മനസ്സിൽ. ഉത്തരായണ കിളിപാടി ഉന്മാദിനിയെപ്പോലെ പൊന്നും വളയിട്ട വെണ്ണിലാവി നിന്നെ ഒന്ന് ചുംബിച്ചോണേ എന്ന് പറയുമ്പോൾ ഉത്തരായണ കിളി എന്ന് പറഞ്ഞാൽ വടക്കോട്ട് പോയത് ആ കിളിക്ക് എന്താണ് നിലാവുമായിട്ടുള്ളൊരു ബന്ധം? ഇതാണ് ഉപ്പനാണ് ശരിക്കും. ചകോരം എന്ന് പറയുന്നതാണ്. അത് നിലാവ് ഭക്ഷിക്കുന്നൊരു അതിന് ആഹാരം നിലാവാന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബന്ധമുണ്ട് ഇവർ തമ്മിൽ. ഇത് പലർക്കും അറിയില്ല. ഞാൻ കുറേ അന്വേഷിച്ചിട്ടാണ് ഇത് കിട്ടിയത്. അങ്ങനെ ഒരു ബന്ധമുണ്ട് ഇവർ തമ്മിൽ, ഉത്തരായണക്കിളി നിലാവും തമ്മിൽ. അപ്പോൾ അവിടെ അതൊക്കെ എന്താണ് അതിൻ്റെ ഒരു സങ്കല്പം നമുക്ക് അറിയാൻ പറ്റില്ല. ഈ ആണ് പെണ്ണായ പുരാണമുണ്ട്, പെണ്ണാണായ പുരാണമുണ്ട്. അപ്പം അതിനകത്ത് രാജാവ് ഒരിക്കൽ പറഞ്ഞു, ഇണചേരുമ്പോൾ സുഖം കിട്ടുന്നത് പെണ്ണിനാണെന്ന്. അതിങ്ങനെ അറിയാൻ വേണ്ടി ആണുങ്ങൾ ജോലി കൂടുതലാണ് സമയം. അപ്പം എനിക്കൊന്ന് പെണ്ണാകണം. അപ്പം ദൈവം പറഞ്ഞ് പെണ്ണാക്കി തരാം, പക്ഷെ തിരിച്ച് ആണാകണമെന്ന്. അപ്പം രാജാവ് സമ്മതിച്ചു ഒരാഗ്രഹത്തോടെ. അങ്ങനെ അത് കഴിഞ്ഞ് ഇത് അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആണാകണ്ട, പെണ്ണായാൽ മതി എന്ന് പറയുന്ന പോലെ ഈ നിലാവിന് വല്ല ഇഷ്ടമുണ്ടായ ചന്ദ്രൻ എന്നുള്ള ഒരാണിന് പെണ്ണായതിനു ശേഷം പൊന്നുമ്പളായിട്ട് പെണ്ണിലാവല്ലേ. തിരിച്ചിനി പെണ്ണാകാൻ ആണാകാൻ എന്തെങ്കിലും സൗകര്യശാല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്ന് അറിയില്ല. അതൊക്കെ ഒന്ന് അന്വേഷിച്ച് പോയെങ്കിൽ അതിൻ്റെ ഫാൻറ്റസി കിട്ടുള്ളൂ.
അപ്പോൾ സാർ ഈ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഞാൻ സന്തോഷ് സാറിന്റെ ഒരു ഇന്റർവ്യൂ എടുത്തപ്പം സന്തോഷ് ശർമ്മയോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു, പഴയ പാട്ടുകളിലൊക്കെ കുറെ കൂടെ പഴയ ഗാനങ്ങൾ അച്ഛൻ്റെയൊക്കെ പാട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ കുറെ കൂടെ കഠിനമായ പദങ്ങളാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്തേക്ക് വരുമ്പം വളരെ ലൈറ്റ് ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള, എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിലുള്ള വരികളാണ് വരുന്നത്. ശരിക്കും അതും ഇന്നത്തെ തലമുറയുടെ വായനയുടെ ഒരു കുറവ് തന്നെയാണ് അതിന് കാരണം. ഒന്ന് രണ്ട് സ്ഥലത്ത് നിൽക്കേണ്ടി വരും എനിക്ക്. രണ്ട് വള്ളത്തിലെ കാര്യം എവിടെയെങ്കിലും പറയാൻ പറ്റും. ഒന്ന് ഇപ്പോൾ ഒരു കാര്യം വെച്ചാൽ ഈ സിനിമ ഗാനവും കവിതയും തമ്മിൽ വ്യത്യാസം. കവിത എന്ന് പറയുന്ന കവിയുടെ സ്വാതന്ത്ര്യമാണ്. അദ്ദേഹത്തിന് എത്ര വരി വേണമെങ്കിലും എഴുതാം, എത്ര വേണമെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടം പോലെ ദിവസം എടുക്കാം. സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരിക്കലും എഴുതുന്നയാളുടെ അല്ല പാട്ട്, കേൾക്കുന്നവരുടെ. അപ്പം എനിക്ക് തോന്നുന്നത് വയലാറിനെ കുറിച്ച് വിമർശനം ഉണ്ടായിരുന്നു. അതായത് സവർണ വാക്കുകൾ ഉപയോഗിക്കുന്നു, അപ്പോൾ അതുകൊണ്ട് സവർണ ഫീല് വയലാറിനുണ്ടെന്നൊക്കെ പറഞ്ഞൊരു വിമർശനം ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് അച്ഛനത് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ആ വാക്കുകൾ ഇന്നവരുടെ മാത്രമായിരുന്നു ഒരു കാലഘട്ടം, അവർക്ക് മാത്രമേ ഉപയോഗിക്കാൻ അവകാശം ഉണ്ടായിരുന്നു. അത് ഞാൻ എടുത്ത് സാധാരണക്കാർ കേൾക്കാവുന്ന രീതിയിൽ അവർക്കും കൂടെ അവകാശപ്പെടുന്ന രീതിയിൽ അത് ഞാൻ എൻ്റെ പാട്ടുകൾ ഉൾപ്പെടുത്തി. അത് തെറ്റാണ് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം ആ പാട്ടല്ലെങ്കിൽ ആ വാക്കുകളൊക്കെ വിപ്ലവലംബ ശൃംഗാരം, ഇപ്പൊ അതെന്താണെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ പുതിയ അതൊരു വശം, അത് അതിൻ്റെ ഡെപ്ത്. അന്നത്തെ പ്രണയത്തിന് അത്രയും ഡെപ്ത് ഉണ്ടായിരുന്നു. ഒത്തിരി ചുരണ്ടിയാലേ ഒത്തിരി ഊതിയാലേ പൊന്ന് കാണുകയുള്ളൂ എന്നൊരവസ്ഥയായിരുന്നു അന്നത്തെ പ്രണയം. അന്ന് പെണ്ണുങ്ങൾ മനസ്സ് തുറക്കില്ല. അപ്പോൾ അത്രയും കൂടെ ആഴത്തിലേക്ക് ആൺമനസ്സ് തൃപ്തിപ്പെടുത്താൻ വേണ്ടി പുതിയ 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 കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് ഇന്ന് ഈസിയാണ്. അപ്പോൾ പിന്നെ അത്രയും ഈ വളഞ്ഞ് നോക്കിയാൽ തുടരണം എന്നുള്ള പുതിയ തലമുറയുടെ ചോദ്യം പ്രസക്തമാണ്. എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ കരുതരുത്. അതിന് പകരം താഴമ്പൂമണമുള്ള തണുപ്പുള്ള രാത്രി ഇതൊക്കെ എഴുതണം. നിന്റെ മിഴിയിൽ നീലോത്പലം, നിന്നുടെ ചുണ്ടിൽ പൊന്നശോകം, നിനക്ക് അവിടെ നിൽക്കനകാമ്പലും, നീ ഒരു നിത്യവസ്ഥ. ഇത്രയും പറയണമെന്നുള്ളതാണ് പുതിയ തലമുറ ചോദിക്കുന്നത്. ഇതിപ്പോൾ ഒരുപക്ഷെ അത് കേൾക്കാൻ ഇന്നത്തെ പുതിയ തലമുറയിലെ പെണ്ണിനും ക്ഷമ ഉണ്ടാവില്ല. മറ്റതല്ല, അതിങ്ങനെ എത്ര പറഞ്ഞാലും ഇങ്ങനെ ഇരിക്കും പ്രതിമ പോലെ. വല്ലപ്പോഴും ചിരിച്ചാൽ രക്ഷപ്പെടും. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കും ആ മാക്സിമം അതിലേക്ക് നല്ല കാവ്യങ്ങൾ ചേർക്കാനുള്ള ഒരു വ്യഗ്രത എഴുത്തുകാരുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ഗാനങ്ങൾക്ക് മരണമില്ല. ഇന്ന് പക്ഷെ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത ഇന്നിപ്പോ എല്ലാം ആക്സസബിൾ ആയിപ്പല്ലേ. ഒന്നും നമുക്ക് അന്യമല്ലല്ലോ, മറ്റൊരു അന്യമായിരുന്നു. ഇപ്പൊ ഞാനൊക്കെ എൻ്റെ കാലത്തിന് മുമ്പാണ് വരാറുടെ കാലം. എനിക്കൊരു പ്രേമം ഉണ്ടെങ്കിൽ ഈ പ്രേമം ഒന്ന് പറഞ്ഞു കൊടുക്കും ഫലിപ്പിക്കണമെങ്കിൽ എത്ര ദിവസം അറിയോ. കുറേ പുസ്തകങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് നല്ല കവിത വരികളൊക്കെ തപ്പിയെടുത്ത് ഇതൊക്കെ ആയിരിക്കും പ്രേമലേഖനം. നമുക്ക് എഴുത്ത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു മാധ്യമവും ഇല്ല അത് അറിയിക്കാൻ. ഇത് കൊണ്ട് കൊടുക്കാൻ കുറേ ദിവസം പേടി ഹൈവറായി എഴുതിയത് കൊണ്ട് കൊടുക്കണം. അത് പേടിച്ച് വെച്ച് അതുപോലെ അന്വേഷണം നോക്കി കൊടുക്കുന്നു. കൊടുത്തു കഴിഞ്ഞൊരു കാത്തിരിപ്പുണ്ട് മറുപടി. ഇവളാണോ മറുപടി എഴുതുന്നത്, ഇവിടെ SRNO ആണോ പറയുന്നത്, ആങ്ങളെയാണോ വരുന്നത്, അതിലൊക്കെ ചേട്ടന്മാർ തല്ലാൻ വരും. ഇങ്ങനെയൊക്കെ ഒരു കാത്തിരിപ്പിന് ശേഷം ആയിരിക്കും 2-3 മാസത്തിന് ശേഷമായിരിക്കും ചിലപ്പം ഒരു എന്തെങ്കിലും ഒരു മറുപടി കിട്ടുക. അപ്പം അതിൻ്റെതായിരുന്നു. ഇന്നിപ്പോൾ അതില്ല. അപ്പം തീർച്ചയായിട്ടും അതുകൊണ്ട് അത്രയും ഭാഷയ്ക്ക് അത്രയും പ്രാധാന്യം മതി. അത് തെറ്റാന്ന് പറയാൻ പറ്റില്ല. അത് കാലഘട്ടത്തിൽ അവർ പറയുന്ന കാര്യം ശരിയാണ്. ആലപ്പുഴയ്ക്ക് ബസ്സുള്ളപ്പോൾ നടന്നു പോകേണ്ട കാര്യമില്ല, ബസ് യൂസ് ചെയ്യാം. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ എത്താം എന്ന് പറയുന്ന പുതിയ തലമുറയുടെ ചോദ്യം ശരിയാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും അതിനൊരു സുഖം വേണം. ഇപ്പൊ പുലരിപ്പൂ പോലെ ചിരിച്ചു പുഞ്ചപ്പാട കാറ്റ് വിതച്ചു അത് ഇന്ന് സുരേഷ് എഴുതിയ ഒരു പാട്ട്, അതിന് ആ പഴമയുടെ സുഖമുണ്ട്. അത് പുതിയ തലമുറയിൽപ്പെട്ട പാട്ടാണെന്നുള്ളത് ആ പുതിയ തലമുറയിലായതുകൊണ്ട് ചീത്തയാന്ന് പറയുന്ന പഴയ തലമുറയോട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ അതിനൊരു പഴമയുടെ സുഖം ഉണ്ട് ഇല്ലേ. ഇപ്പം സാറിന്റെ ലൈഫിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു ഗാനരചയിതാവാകണം എന്നുള്ളൊരു മോഹം മനസ്സിൽ ഉദിച്ചൊരു സമയം ഉണ്ടാവുമല്ലോ, അത് ഏകദേശം എപ്പോഴായിരുന്നു? എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഇല്ലായിരുന്നു. അത് ജീവിതം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. ഒന്നാമത് വീട്ടിലാർക്കും അങ്ങനെ അവിടേക്ക് പോകാൻ ഒരു താല്പര്യം ഇല്ലായിരുന്നു. അച്ഛൻ്റെ ഒരു സിനിമാ ജീവിതത്തിൽ നിന്ന് കിട്ടിയ ഒരു തിക്താനുഭവം ഉണ്ടാവുമല്ലോ. മകനും അതിലേ പോയി കഴിഞ്ഞാൽ ആ നഷ്ടം വീണ്ടും കാണേണ്ടി വരുമെന്നൊരു ആശങ്ക ആകാംക്ഷ ഏത് വീട്ടുകാർക്കും അനുഭവത്തിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ആ ഒരു ഇതുണ്ടായി. അതുകൊണ്ട് ഞാൻ ജോലിക്ക് തന്നെ പോയി. പക്ഷെ അതിന് ഞാൻ കണ്ടമാനം ചീത്ത വാങ്ങിച്ചു. വീടിനടുത്തുള്ളൊരു പഴയ UB ഗ്രൂപ്പില്ലേ വിജയമല്ലേ മദ്യം ഉണ്ടാക്കുന്നത് മറ്റു അവിടെ വീടിനടുത്താണ്. അപ്പം അന്ന് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഞാനാണ് ഗൃഹനാഥൻ. 15 വയസ്സിലെ മുത്തശ്ശിമ്മ, അച്ഛൻ്റെ അമ്മ, 3 സഹോദരിമാർ, എല്ലാവരും ഇളയതാണ്. അപ്പം എനിക്ക് ജോലി കൂടിയും മതിയായിരുന്നു. അപ്പം ജോലിയും വേണം, വീട് നോക്കുകയും വേണം. ദൂരെ പോയി കഴിഞ്ഞാൽ എനിക്കന്ന് ജോലിക്ക് പോകരുത്. കുവൈറ്റിൽ 80s എനിക്ക് കുവൈറ്റിൽ കോളേജ് ജോലി കിട്ടിയത്. പക്ഷെ 5 വർഷം നമുക്ക് കഴിഞ്ഞേ വരാൻ പറ്റും. ആ പീരീഡ് കഴിയണം. 5 വർഷത്തിൽ ഇവിടെ വന്നില്ലെങ്കിൽ ഇവിടെ ആയിക്കോളാം. അപ്പം അമ്മ പറഞ്ഞാൽ പോകണ്ട.
പിന്നെ ഇതിലാണ്. അപ്പം ഇതിനകത്ത് എടുത്തപ്പോൾ ഉണ്ടായ ഒരു തലതിരിഞ്ഞ ചോദ്യം ഉണ്ടായത് വയലാർ മദ്യപിച്ചു കഴിച്ചു, വയലാറിൻ്റെ മകൻ മദ്യകമ്പനി, അങ്ങനെയും പറയാൻ ആൾക്കാരുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ നോക്കില്ല, കാര്യം ജീവിതത്തിന് അത് അതാണ് തോന്നുന്നത്. അങ്ങനെയാണ് ഞാൻ പിന്നെ അത് മതി, ഇനിയിപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം എഴുത്ത് എന്നുള്ളതൊന്നും നമ്മുടെ ചിന്തയിലേക്ക് വന്നിട്ടില്ല. കാര്യം പ്രേമിക്കാൻ പോലും മര്യാദ പറ്റിയിട്ടില്ല. ഈ 15-16 വയസ്സിലൊക്കെ വീട്ടിൽ ഉത്തരവാദിത്തപ്പെട്ടവരായതുകൊണ്ട് എന്തെങ്കിലും നമ്മൾ ഒരു ഇത് കാണിച്ചു കഴിഞ്ഞാൽ നല്ലത് ചീത്ത പറഞ്ഞ ആൾക്കുണ്ടാവും, ചീത്ത പറയുന്നതായിരിക്കും ആൾക്കാർ കൂടുതലുണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോൾ അച്ഛന് ചീത്തപ്പേരുണ്ടാവരുത്, അനിയത്തിമാർക്ക് തടസ്സം ഉണ്ടാവില്ല അവിടെ മറ്റേ. അപ്പം ഞാൻ അങ്ങനെ ഒതുങ്ങി യോഗാസനം കേട്ടതിന് കഴിച്ചിട്ട് കാര്യമായിരുന്നു. അപ്പം അങ്ങനെ വിചാരിച്ചില്ലേ, അച്ഛനും താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ ദക്ഷിണാമൂർത്തി സ്വാമിക്ക് ചോദിച്ചത് വയലാറിൽ പിന്നെ മദ്രാസിൽ കൊണ്ടുപോകാൻ പാട്ട് പഠിപ്പിക്കാം, സിനിമയിലും വേണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയായിരുന്നു ഒരു അന്തരീക്ഷം. അങ്ങനെയാണ് വൈകാൻ കാരണം, സിനിമയിലേക്ക് പാട്ടെഴുത്തിലേക്ക് വൈകാൻ കാരണം ഈ ജോലി നഷ്ടപ്പെട്ടതാണ്. ജോലി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ഒന്നും വൈകാണ്ടായി, ആൾക്കാരെ ഫേസ് ചെയ്യാൻ വേണ്ടി. കാരണം മറ്റൊരു ആൾക്കാരുടെ ജോലി എന്ന് പറഞ്ഞാൽ ദുബായി പോകണ തുല്യം, അന്നത്തെ ശമ്പളം. അന്ന് ദുബായിലേക്ക് പോകുന്ന ആഗ്രഹിക്കുന്നവന് വേണോ മറ്റൊരു ജോലിയോട് വെച്ച് മറ്റൊരു മതി എന്ന് പറയും. അത്രയും നല്ല പേയ്മെന്റ് ഉള്ള ഒരു സ്ഥലം. ആ ജോലി ഞാൻ കളഞ്ഞുള്ളൂ, നാട്ടുകാർ വലിയ ഇറിറ്റേഷൻ, അത് നഷ്ടപ്പെടുത്തി. പക്ഷെ നമ്മുടെ വീടിന്റെ സാഹചര്യം അതായിരുന്നു, അതുകൊണ്ട് അത് ചെയ്യേണ്ടി വന്നു. അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ മടിയായി, പുറത്തേക്ക് ഇറങ്ങാൻ. പിന്നെ അപ്പം നഷ്ടപ്പെട്ടു പോയി. അച്ഛൻ മരിക്കുന്നതിൻ്റെ നന്നൊരു വായിക്കും, ആ വാപ്പിൻ്റെ പുസ്തകമായിരുന്നു എൻ്റെ കൂട്ടുകാരൻ. പരാതി പറയല്ലത്, ഭാര്യയാണെങ്കിൽ അഹങ്കരിയാൻ പറ്റില്ല, സഹോദരി പറഞ്ഞ് സങ്കടം പറയും, പുസ്തകം ഇങ്ങോട്ട് സങ്കടം പറയത്തില്ല. അത് ഏറ്റവും നല്ല കൂട്ടുകാരൻ. അങ്ങനെ ആ വായിച്ച സമയത്താണ് എനിക്ക് എഴുതാൻ തോന്നിയത്. ആ എഴുതാൻ തോന്നി ഞാൻ തരങ്ങണിക്ക് ആദ്യം അയച്ചുകൊണ്ട് അയ്യപ്പ ഭക്തിയാണ് ആദ്യത്തെ പാട്ടുണ്ട് 90. അപ്പോൾ ഞാനത് എടുക്കുമെന്ന് വിചാരിച്ചിട്ട് എഴുതി കൊടുക്കുന്നില്ല, പക്ഷെ അത് എടുത്തു എന്നുള്ളത്, ആ എടുത്തു എന്നുള്ളത് നമുക്ക് വലിയൊരു ധൈര്യമാണ്. യേശുദാസ് എന്നുള്ള വലിയ ഗായകൻ ഒരു പാട്ട് പോലും എഴുതാത്ത എൻ്റെ പാട്ട് വരും. പക്ഷെ വയലാറിൻ്റെ മകൻ എന്നുള്ള പേരിലായിരിക്കും, എങ്കിലും എന്തെങ്കിലും ഒരു നന്മ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എടുക്കില്ല. അത് ആ ഒരു സംഭവമായിരുന്നു എൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി എഴുതാൻ പറ്റും. ഏറ്റവും വലിയ ആൾ വരെ അത് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ വന്നതാണ്, അല്ലാണ്ട് ഒരിക്കലും ഇതിനു വേണ്ടി ഒരു മുൻ തയ്യാറെടുപ്പോ ഇപ്പോഴും ഒരു തയ്യാറെടുപ്പില്ല, കാര്യത്തിൽ തോന്നൽ മാത്രം. ഇപ്പൊ ആദ്യ സിനിമയായിരുന്നല്ലോ പൊന്നു തമ്പുരാൻ. അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ദേവരാജ മാഷ കൂടെ തന്നെ വർക്ക് ചെയ്യാൻ സാധിച്ചു. സാറ് തന്നെയായിരുന്നു ആ സിനിമയിലേക്ക് വിളിക്കുന്നത്? അല്ല, അതിന്റെ അത് ശരിക്കും പറഞ്ഞാൽ അത് ആ സബ്ജക്ട് അതല്ല, വേറെ സബ്ജക്റ്റ് ആയിരുന്നു. അത് ഇച്ചിരി ആർട്ട് പടമായതുകൊണ്ട്, കഥകളിയായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് ആ പ്രോജക്റ്റ് നടന്നില്ല. അപ്പൊ പിന്നെ ആ കഥ ഇച്ചിരി മക്കളോട് മാറ്റി നമ്മൾ കാലികമാക്കി മാറ്റിയതാണ്. അങ്ങനെ അതിന്റെ പ്രകാശ് കോളേജ്, അദ്ദേഹം മരിച്ചുപോയി, അറിയാമല്ലോ, വയനാട്. അദ്ദേഹമായിരുന്നു സ്കൂൾ പ്രകാശാണ് എൻ്റെ വരുന്നത്. പ്രകാശാണ് എന്നെ സിനിമയിലേക്ക് സത്യം ഞാൻ ആദ്യമായിട്ട് ക്ഷണിക്കുന്നത്. അങ്ങനെയാണ് അബൂക്കെ കാണുന്നത്, എലിപൂനെ കാണുന്നത്, ഞങ്ങൾ ഒരുമിച്ച് പിന്നെ ദേവരാമാഷ കാണുന്നത്. പിന്നെ അതിനെ ഗുണം എന്താ വെച്ചാൽ അന്ന് നമുക്ക് എഴുതിയിട്ട് കൊണ്ടിരുന്ന കാലമായിരുന്നു. അപ്പോൾ എനിക്ക് ലീവ് എടുക്കേണ്ടി വന്നില്ല, ഡ്യൂട്ടി സമയത്ത് ഞാൻ ഇരുന്ന് എഴുതുമായിരുന്നു. അപ്പോൾ ഒരുപാട് നൈറ്റ് ഡ്യൂട്ടിക്കുള്ള സമയം രാവിലെ 8 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ പാട്ടുമായിട്ട് നേരത്തെ വരത്തേക്കും ബസ്സിൽ അവിടെ ചെന്ന് ദേവരാമാഷ കൊടുത്ത് ഞാൻ തിരിച്ചു വരും, പിറ്റേ ദിവസം നൈറ്റ് കയറും. അങ്ങനെ ജോലി ഇതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ, അതുകൊണ്ട് ലീവ് എടുക്കേണ്ടി വന്നില്ല. അങ്ങനെയായിരുന്നു. പിന്നെ ദേവരായ മാഷോട് വന്നപ്പോഴത്തേക്ക് വേറെ കളറായല്ലോ. ദേവരായ മാഷ നമ്മുടെ പാട്ടുകൾ കൈവയ്ക്കാന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു നമ്മുടെ കോൺഫിഡൻസ് പിന്നെ വളർന്നു. ദാസേട്ടൻ പാടുന്നു, വല്ലാത്തൊരു ഭാഗ്യം. അതും ആ വലിയ രസം. അത് അതിൻ്റെ ഏറ്റവും വലിയ രസത്തിൽ എനിക്ക് തോന്നുന്നത് അന്ന് അച്ഛൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു, സുഭഗി എന്നൊരു പാട്ടുണ്ട്, അത് അച്ഛൻ്റെ പാട്ടാണ്, പൊന്നു തമ്പുരാൻ. അപ്പോൾ നമ്മൾ തമ്പൂക്ക് പറഞ്ഞു, മാഷ ഒരു പാട്ട് വയലാർ അദ്ദേഹത്തിൻ്റെ പുതിയ കഥകൾക്കൊന്നും പറ്റിയ പാട്ടൊന്നുമില്ല, അതുപോലത്തെ നല്ല കഥ എഴുതും അദ്ദേഹം. അത് പിന്നെ നിർബന്ധിച്ച് അങ്ങനെയാണ് അവർ നാടകഗാനായിരുന്നു. ആ നാടകഗാനം ട്യൂൺ മാറ്റിയിട്ട് സിനിമയിൽ എല്ലാം കൊണ്ടും ദൈവികമായിട്ട് തുടക്കം. അന്ന് കലാകുമന്ദിര വെള്ളി നക്ഷത്രത്തിൽ വന്ന് ടൈറ്റിൽ ഇപ്പോഴും പറഞ്ഞിട്ട് വയലാർ ദേവരാജൻ ടീം വേണ്ടി അങ്ങനെയായിരുന്നു അവരിട്ടത്. അച്ഛൻ്റെ ഒരു പാട്ടും എൻ്റെ 3 പാട്ടും ഉണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് കിട്ടിയത് വലിയൊരു മൈലേജാണ്. വല്ലാതെ ലോകല്ലേ, നമ്മളിപ്പോഴും വയലാറിനെങ്കിൽ ആരുമില്ല, സത്യമാണ്. പക്ഷേ എങ്കിലും ആ ഒരു വാക്ക് ഉപയോഗിക്കാൻ അവർ തന്നത് ഒരു പക്ഷേ കുറെ ഒരു പരിധി വരെയൊക്കെ എനിക്കത് കാത്തു സൂക്ഷിക്കാൻ പറ്റി. ഇത്ര എഴുതിയപ്പോൾ അത് ഓരോന്നും എഴുതാൻ പറ്റത്തുമില്ല, സത്യം. എങ്കിലും ചീത്തപ്പേര് കേൾപ്പിച്ചില്ല, സന്തോഷമുണ്ട്. ദേവരാജ മാഷ് പകർന്നു തന്നൊരു വലിയ പാഠം ഉണ്ടായിരുന്നു ലൈഫിൽ. ദേവരാജ മാഷ് ഏറ്റവും നന്നായിട്ട് പറഞ്ഞത് വാക്കുപയോഗിക്കുന്നത്, വാക്കുകളാണ്. അതാണ് ഞാൻ പിന്നെ നമ്മളെപ്പോഴും പഠിക്കേണ്ട ഒരു കാര്യം. ഒന്ന് പറഞ്ഞത് ഒരിക്കലും ഈണം മൂളി വരികൾ അന്വേഷിക്കുന്ന ഗതികേട് ഉണ്ടാകുന്നു. ഒരു പാട്ട് കേൾക്കുന്നവൻ ഇന്ന പാട്ട് ഏതാ ചോദിക്കുമ്പോൾ ആദ്യം ട്യൂൺ മൂളി ആയിരിക്കും പാട്ട്, അതിൻ്റെ വാക്ക് കിട്ടുന്നത്. അത് പരാജയമാണ് എഴുത്തുകാരൻ. അവൻ്റെ മനസ്സിലേക്ക് ഈണം വരുന്ന കൂട്ടത്തിൽ നിന്റെ വാക്കും വരണം.
അല്ലെങ്കിൽ തപ്പുവാണെങ്കിൽ നിന്റെ ആ വാക്ക് ആദ്യത്തെ വാക്ക് ശരിയല്ല. അപ്പോൾ ആദ്യത്തെ വാക്ക് എപ്പോഴും ക്യാച്ച് ചെയ്യും. അത് രണ്ടും ഒരേപോലെ ഒരു പാടാൻ കൊതിക്കുന്ന പാട്ട് അറിയാവുന്നതിനല്ല കേൾക്കുന്നത്. സാധാരണക്കാരനായിരിക്കും അവൻ അവൻ്റെ ട്യൂണിലൊക്കെ പാടും. പക്ഷെ അവൻ പാടുമ്പോഴും ആര് പാടുമ്പോഴും ഈണത്തിൻ്റെ കൂടെ ഈണം മൂളി വരി വാക്കന്വേഷിക്കേണ്ട ഗതികൾ വന്നാൽ രചയിതാവ് പരാജിതനാണ്. പിന്നെ അങ്ങനെ വാക്കുകൾ ഉപയോഗിക്കുന്നു. ഇപ്പം നമ്മളിപ്പോൾ ഒരു വാക്ക് മാറും. വസുന്ധര ഭൂമിയുടെ പര്യായം, ശാന്തവര ഭൂമിയുടെ പര്യായം. പക്ഷെ രണ്ടിനും രണ്ടർത്ഥം. അപ്പം അതുകൊണ്ട് വാക്ക് ഉപയോഗിക്കുമ്പോൾ സൗന്ദര്യത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ വസുന്ധര പറയാം. ശാന്തവര അമ്മയാണ്, ആഹാരം തരുന്നവൾ, അന്നം തരുന്നവൾ ആണ് ശാന്തവര. അവിടെ അത് ഇത് പറ്റില്ല. അപ്പോൾ വാക്ക് ഉപയോഗിക്കുമ്പോഴും സൂക്ഷിക്കണം. അർത്ഥം പറഞ്ഞു എന്ന് പറഞ്ഞില്ലെങ്കിൽ അതൊക്കെ വലിയൊരു പാഠമാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളെന്ന് പറയുന്നത് അമ്മയായിരിക്കും. ആദ്യത്തെ പാട്ട് പുറത്തിറക്കിയപ്പോൾ അമ്മയുടെ പ്രതികരണം എന്തായിരുന്നു? അമ്മ എന്തിനാ അച്ഛൻ്റെ കൂടെയാണല്ലോ ചെയ്തത്. അപ്പൊ അമ്മയ്ക്ക് ഒരു അച്ഛൻ്റെ സാന്നിധ്യം അവൻ്റെ കൂടെ ഉണ്ട് എന്നൊരു തോന്നൽ അമ്മയ്ക്കുണ്ടായിരുന്നു. എഴുതാൻ വന്നപ്പോൾ തന്നെ അച്ഛൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് എഴുതിയത്. അല്ലെങ്കിൽ അച്ഛൻ്റെ കൈപിടിച്ചാണ് ആദ്യത്തെ പടത്തിലേക്ക് വന്നതുകൊണ്ട് കണ്ണു നിറഞ്ഞ സന്തോഷമുണ്ടായിരുന്നു. ഇപ്പം സാറിന് 1992 വന്നെങ്കിലും ഒരു ബ്രേക്ക് കിട്ടുന്നത് ശരിക്കും 2003 രഞ്ജിത്തിന്റെ എം 2 രണ്ടു വട്ടം ജോലി പോയത്. അതും വലിയ പ്രശ്നം. ജോലി പോകുക എന്ന് പറഞ്ഞാൽ ജോലി കളഞ്ഞിട്ട് രണ്ടുകൂടെ പറ്റില്ലല്ലോ. ഇല്ല ഇല്ല, നമ്മുടെ നിത്യമായ 5 മണി 8 പോലെ 5 വരെയുള്ള ജോലി അല്ലല്ലോ. അതിങ്ങനെ മാറി മറിഞ്ഞു രണ്ടു വട്ടം അങ്ങനെ ജോലി പോയി. വീണ്ടും നാട്ടുകാരൊക്കെ എന്നെ ചെയ്ത പറയുന്ന പറഞ്ഞു. അങ്ങനെ കുറെ കാലം അങ്ങനെ പോയി. പക്ഷെ പിന്നീട് വന്നപ്പോഴത്തേക്ക് അതാണ് നിമിത്തം. മൂന്നാമത്തെ വട്ടം ജോലി പോകാൻ സാധ്യതയുണ്ടായിരുന്ന സമയത്ത് എന്നെ ബാംഗ്ലൂരിന്റെ ഓഫീസിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കലാകാരൻ എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കും. പക്ഷെ ഞങ്ങളുടെ ശമ്പളം പറ്റുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യണം. അത് ഞങ്ങൾക്ക് നിർബന്ധമാണ്. അത് ശരിയാണ്. അപ്പം നിങ്ങൾ ആലോചിക്കുക, അത് വേണം ഇത് വേണം. പിന്നെ ഞാൻ വീണ്ടും ധർമ്മസംഘത്തിലായി. അപ്പോഴത്തേക്കും മിഡിലൻഡിൽ ഇറങ്ങിക്കഴിഞ്ഞു. ആൾക്കാരെ അന്വേഷിച്ചു തുടങ്ങി ആരാണ് ഇതാണ്. അന്നും കളിയൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ പഴയ പാട്ടായിരുന്നു. അതിനകത്ത് ഞാനെടുത്ത് കൊടുത്താണൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതൊക്കെ പോയി അവരെയൊക്കെ കൊണ്ട് നമ്മൾ തിരുത്തിച്ചു വന്നു. രണ്ടാമത് ആ സമയത്ത് കമ്പനി VRS പ്രഖ്യാപിച്ചു. ഇഷ്ടമുള്ളവർക്ക് ഇത്ര പൈസ പോകേണ്ടത് പോകാം. കാരണം അവരാളെ കുറയ്ക്കുന്നൊരു പ്രക്രിയ. ആ സമയത്താണ് അന്വേഷണം നമ്മുടെ എന്നെ പിന്നെ ആൾക്കാർ ക്ഷണിക്കാനുള്ള കാത്തുനിൽപ്പുണ്ടായ സമയത്ത് ഇത് രണ്ടും കൂടി വിളിച്ചു. ഇവിടുന്ന് നമുക്ക് നഷ്ടമില്ലാണ്ട് കുടുംബത്തിനൊരു ചെറിയ തുകയാണെങ്കിലും കിട്ടി. അതൊരു അടിത്തറയായി, സാമ്പത്തിക അടിത്തറയായി. എന്നാൽ ഇതിലേക്ക് പോകാം. അതൊരു നിമിത്തം പോലെ വന്ന എഴുത്ത്. അല്ലാണ്ട് ഒരിക്കലും ഞാൻ ജീവിതത്തിൽ അങ്ങനെ ആഗ്രഹം. അച്ഛനൊരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് മനസ്സിലായി. അച്ഛൻ്റെ കവിത അവസാനത്തെ വരികയും ഉണ്ടായിരുന്നു. അത് ആ സമയം നമ്മൾ വായിച്ചിട്ടില്ല. അച്ഛന് പാടാൻ എഴുതിയ ഗാനം കൊച്ചു മകന് തരാൻ ഞാൻ, മുറിഞ്ഞ ഗാനം മുഴുമിക്കുക നീ, പറഞ്ഞു പോയ മൗനം. അങ്ങനെ അത് പിന്നീട് വായിച്ചപ്പോഴാണ് ഒരു പക്ഷേ അങ്ങനെ ഒരു ആഗ്രഹമുള്ളതായിരിക്കും. അത് വേറൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മളുമായിട്ട് ബന്ധപ്പെട്ട തീമല്ല അത്. പക്ഷെ അതിനകത്തൊരു കവിത അവസാനിക്കുന്നതാണ്. എന്നാൽ എഴുത്തിൽ നമ്മുടെ നമുക്കത് ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു പക്ഷെ നമ്മൾ ആ ഒരു പിൻബലം ഉണ്ടാകുമായിരിക്കും. അല്ലെങ്കിൽ ഈ വഴിക്ക് വരേണ്ട കാര്യം. മിഴിരണ്ടിലും പാട്ടുകൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു. ഇപ്പം എന്തിനായി ആല്യത്താലിമായി വാർമഴവില്ലേ. ഇപ്പം സാറും രവീന്ദ്ര മാഷും നിങ്ങളുടെ പാട്ടുകൾ തന്നെയായിരുന്നു ആ സിനിമയ്ക്ക് ഒരു ഫീല്, വേറൊരു ഫീല് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ഭദ്രയുടെയും ഭാമയുടെയും ജീവിതത്തിന്റെ ഒരു കഥ അങ്ങനെ പറഞ്ഞ സംഗീതത്തിൽ കൂടെയാണ് കഥ പോകുന്നത്. അപ്പം ആ പറഞ്ഞ സിനിമയിൽ ഏറ്റവും സമയം എടുത്തിട്ട് എഴുതിയ പാട്ട് ഏതാണ്? അതിനകത്ത് ഇത് മൂന്നുമല്ല. ആര്യത്താലി എഴുതാൻ കുറച്ച് സ്ട്രെയിൻ എടുക്കുന്നുണ്ട്. കാര്യം അത് ആ ട്യൂൺ അങ്ങനെ ട്യൂൺ തന്നെ എഴുതുന്നില്ല. വാർമഴവിലെ പെട്ടെന്ന് ചെയ്തത്. അത് പെട്ടെന്ന് കാര്യം അത് വലിയൊരു നിമിത്തം ഉണ്ടായി. ആ സമയത്ത് നമ്മുടെ ഇവിടെ അടുത്തൊരു എനിക്കറിയാവുന്ന ഒരു ടീച്ചറിൻ്റെ ഭർത്താവ് മരിച്ചു. സ്കൂട്ടർ കൊണ്ടൊക്കെ സ്ഥാപനത്തിലൊക്കെ തിരിച്ചു പോകുന്ന വഴി വണ്ടി ഇടിച്ച് മരിച്ചു. ആ സമയത്താണ് ഈ ഒരു സൂര്യൻ നഷ്ടപ്പെട്ട പെണ്ണിൻ്റെ ഒരവസ്ഥ. ട്രെയിൻ അടിച്ച് മരിച്ചു എന്നുള്ള വാർത്ത കേട്ടാണ്. എനിക്ക് പെട്ടെന്ന് ഇതാ വന്നത്. ചൈതന്യമായി നിന്ന സൂര്യന് ദൂരെ പോവുകയാണ്. ഞാൻ പെട്ടെന്ന് ഓർത്തെ അത് വെച്ചിട്ടാണ് എനിക്കത്. അതുകൊണ്ടായിരിക്കും പക്ഷേ പെട്ടെന്ന് ആ പാട്ട് എഴുതാൻ. ഒരു അനുഭവം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന് കുറച്ചുകൂടെ ഒരു ഇതുണ്ടാവുമല്ലോ. അത് ആ അനുഭവത്തിന് കാരണം ഈ ഇൻസിഡൻ്റാണ്. എന്തിനായി നിന്ന് പറഞ്ഞാൽ മറ്റേ രീതിയിൽ എഴുതിയത്. അന്ന് നിന്റെ നമുക്ക് എഴുതാൻ പറഞ്ഞ് എഴുതിയിട്ട് മാഷ ട്യൂൺ മാറ്റിയിട്ടത്. അതിലെന്തായാലും ഇത്തിരി ടഫായിരുന്നു ട്യൂൺ. എന്നാലും സമയം എടുത്തില്ല എഴുതാനായിട്ട്. പിന്നെ രഞ്ജിത്തിൻ്റെ ഒരു വലിയൊരു കെയറിങ് ഉണ്ട്. എന്താണ്
കാരണം രഞ്ജിത്തിനെ പോലുള്ള സംവിധായകർ ഗുണം ചില ലിറിക്കൽ വാല്യൂ അതിന് പ്രാധാന്യം കൊടുക്കുന്നത്. വെറുതെ മീറ്റർ നോക്കിയിട്ട് സാധനം മതിയോ, ഭയങ്കര മ്യൂസിക് സെൻസ് ഉള്ള ഒരാളാണ്. മ്യൂസിക് സെൻസ് ഉൾപ്പെടെ മാത്രമല്ല ലിറിക്ക്. വേറൊരു പടത്തിൽ ഇതുപോലെ ചെയ്യുമ്പം മ്യൂസിക് ഡയറക്ടർ പറഞ്ഞത് സാർ ഒന്നും മനസ്സിലാകുന്നില്ല. ഇപ്പൊ രഞ്ജിത്തിന് വേണ്ടി എഴുതുമ്പോൾ നമുക്ക് അറിയാലോ അതിന്റെ കാലിബർ. ഓരോരുത്തർക്കും വേണ്ടി നമുക്ക് മനസ്സിലാവും. ഗിരീഷ് പറയുമല്ലോ ഓരോരുത്തർക്കും ഓരോ രീതി കണ്ട് എഴുതുമ്പോൾ എങ്ങനെയാണ് അവരുടെ മൈൻഡ് സെറ്റ് എന്ന് മനസ്സിലാക്കി എഴുതി കൊടുക്കുന്നത്. അതാണ് നമ്മുടെ കടമ. ശരിയാണ്. അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളിൽ പോലും കവിതയുണ്ട്. അപ്പൊ അതുകൊണ്ട് രഞ്ജിത്തോട് നമുക്ക് ഭയങ്കര വലിയൊരു പിൻബലമായിരുന്നു. ഏത് നല്ല വാക്കിട്ടാലും പുതിയ വാക്കിട്ടാലും മാറ്റേണ്ടി വരില്ല എന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം വേറെ ആളോട് ഞാൻ പറഞ്ഞു, ശരി ഒന്നും മനസ്സിലാകുന്നു, നിനക്ക് മീറ്ററിന് കുഴപ്പമുണ്ട്, സംഗീത സംവിധാനം നീ പാടാൻ കുഴപ്പമില്ല, ബാക്കിയുള്ള കാര്യം ഞങ്ങളത് പറയാം, അത് ചെയ്താൽ മതി. പക്ഷെ അതും ആ സപ്പോർട്ട് മിക്കവാറും എഴുത്തുകാർ കിട്ടാറില്ല. മ്യൂസിക് ഡയറക്ടർ പറയുമ്പോഴത്തേക്ക് അത് ഒരു പിന്നെ അടിസ്ഥാന വാചകമായിട്ട് സംവിധാനം എടുക്കും. അതെ അമ്മയിൽ പറഞ്ഞ മാറ്റി, ആ മാറ്റലാണ് നമുക്ക് അത്തരത്തിൽ ഇഷ്ടമില്ലാതെ എഴുതിയ വരികളൊക്കെ ഉണ്ട്, പിണങ്ങിയിട്ടൊക്കെ ഉണ്ട്, വഴക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഇഷ്ടമില്ലാണ്ട് ചിലപ്പോൾ സംഭവിക്കും. പെട്ടെന്ന് റെക്കോർഡിങ്ങില്ല പെട്ടെന്ന് വരുമ്പോഴേ മറ്റു മാർഗ്ഗമില്ലാണ്ട് വരുമ്പോ എന്നാ ഇത് കിടന്നോട്ടെ. നമ്മുടെ ഒരു താല്പര്യം അതാണ് നേരത്തെ പറയും, നമ്മൾക്കല്ല കേൾക്കുന്നവർക്കാണ് പാട്ട്, കേൾക്കുന്നതിന്റെ പാട്ട്, എഴുതുന്നതിന്റെ. സിനിമ അങ്ങനെയാണ്, ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രേക്ഷകന്റെ പിന്നെ അവരുടെ അപ്പോൾ ആ ഒരു താല്പര്യത്തിനെ മുൻനിർത്തി നമ്മൾ പല കാര്യങ്ങളും ബലി കഴിക്കേണ്ടി വരുന്നത് ഈ ഫീൽഡിൽ കേട്ടോ. അതിന് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് കുറച്ച് നമ്മൾ തന്നെ കടിഞ്ഞാണ്. ലാൽ ജോസ് സാറിന്റെ ചാന്ത് പൊട്ട് അതിലെ പാട്ടുകളൊക്കെ വലിയ ഹിറ്റുകളായിരുന്നു. പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു സംവിധാനം പാട്ടിനെ ലാളിക്കുന്നതാണ്. അതെ, അപ്പൊ ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത വിദ്യാസാഗർ മാജിക് തന്നെയാണ് പാട്ടുകൾ. അന്ന് ഓമനപ്പുഴ കടപ്പുറത്തിന്റെ ഓമന എന്ന വലിയ ട്രെൻഡായിരുന്നു. പക്ഷെ വ്യക്തിപരമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത്, ഷാബാസ് അമൻ ആലോചിച്ച് പടത്തിനെ കാണിക്കുന്നത്. ഒരു യാത്രയിലേക്ക് ലൊക്കേഷൻ ഹണ്ടിങ്ങിന്റെ സമയത്താണ് കാറിൽ നിന്ന് ഒരു കാരണവശാലും അവൻ ആണാകണം, പക്ഷെ പൗരുഷം പാടില്ല, ഒരു വാക്കിരുത്. അവൻ ആണായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്താണ് ആ പാട്ടിലാണല്ലോ. അതെ അതെ, ആ വരികൾ എങ്ങനെയാ ചിട്ടപ്പെടുന്നത്? ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്നുള്ളൊരു വർണ്ണന വരുന്നത് ഒന്നും കൂടെ ആവശ്യമില്ല. അത് ഇത് ശരിക്കും വന്നത് സൂര്യൻ ചാന്ത് കുടഞ്ഞൊരു കടൽ തീരമാണല്ലോ. തീരമായിട്ട് ബന്ധപ്പെട്ട് സൂര്യന്റെ പ്രകാശം അവിടെ വെച്ച് കടൽ തീരത്തല്ലേ ഇത് ചേരുന്നത്. അപ്പൊ അതൊരു സന്ധ്യാസമയം ആകുമ്പോൾ തീർച്ചയായിട്ടും അതിന് വൈകാരികത കൂടുതൽ. ഒരാണും പെണ്ണും, പ്രത്യേകിച്ച് പെൺ മനസ്സിന് അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് സന്ധ്യാസമയങ്ങളാണ് വികാരം കൂടുതൽ പറയും, ആണുങ്ങൾക്ക് രാവിലെ. അതാണ് എൻ്റെ ഒരു സ്ട്രക്ചർ. അതുകൊണ്ടാണ് ഈ പെണ്ണുങ്ങൾ വൈകുന്നേരം ഉടുത്തൊരുങ്ങി അമ്പലത്തിൽ പോകാൻ കൃഷ്ണനെ കാണാൻ പറഞ്ഞു വിടുന്ന ഇതുകൊണ്ടൊക്കെ. അവർക്ക് അല്ലെങ്കിൽ അതിന് സന്ധ്യാസമയത്ത് മറ്റേ ഇതിനും പോകും, മുനിമാര് ജപിക്കാൻ ജനസംഖ്യ കൂടും. അപ്പൊ ജനസംഖ്യ ആ സമയത്ത് ഇവരെ പറഞ്ഞു വിടും, നിങ്ങൾ ഒരുങ്ങി ഒരു സുഖമായിട്ടൊക്കെ പോയി കൃഷ്ണനെ കണ്ട് കാമുകനെ കണ്ട് തൊഴുതിങ്ങി പോരെ. അപ്പൊ അവർക്ക് സന്തോഷമാകും, മറ്റേത് ജനിക്കാനും പോകും. അപ്പൊ അത് ആ സന്ധ്യാസമയത്തിലേക്കാണല്ലോ ഇവനെന്നുള്ള ആണിനെ കണ്ടെത്തുന്നത്. ഏത് ആണിനെയും കണ്ടെത്തുന്നത് പെണ്ണാണ്. അപ്പൊ പെണ്ണിന്റെ സമയം സന്ധ്യയാണ് നല്ലത്. അപ്പൊ അങ്ങനെ സമയത്താണ് ഇവരുടെ ഒത്തുചേരൽ. അപ്പൊ ഞാനിത് ആദ്യം എഴുതി സൂര്യൻ ചാന്ത് കുടഞ്ഞൊരു മാനത്ത്, നാണം പൊട്ട് കൊടുന്നൊരു തീരത്ത്, നിൻചുടു നിശ്വാസത്തിന് കാറ്റത്ത്, എന്നിലെ എന്നെ അറിഞ്ഞു ഞാൻ അരികത്ത്, നിന്റെ ശ്വാസത്തിന്. അങ്ങനെയാണ് അവൻ ആണാവുന്നത്. ഒരു കാരണവശാലും അവിടെ ഒരു പൗരുഷം കൊടുക്കരുത്, വളരെ സിമ്പിളായിരിക്കണം. ഇത് ആദ്യം എടുത്തപ്പോൾ അത്ഭുത വിളക്കുന്ന ഒരു പടമായിരുന്നു ഇതിന്റെ ടൈറ്റിൽ, അത്ഭുത വിളക്ക്. അത് ഷൂട്ടിംഗ് നടന്നില്ല. കാര്യം വെച്ചാൽ അതിന്റെ പ്രൊഡ്യൂസർ അമേരിക്കക്കാരാണ്. അത് ആ സമയത്ത് നമ്മൾ ഷൂട്ടിംഗ് നടക്കുന്നതിന് ശേഷം ആ സമയത്ത് സുനാമി വരും. അപ്പൊ കടൽ തീരം മുഴുവൻ 2004 ഒലിച്ചു പോയി, തീരമില്ല. അപ്പൊ അദ്ദേഹം തിരിച്ചു പോയി. അങ്ങനെ രണ്ടാമതാണ് ലാൽ ക്രിയേഷൻ, അദ്ദേഹം പ്രൊഡ്യൂസറായിരുന്നു. ഈ പാട്ട് അത് തന്നെ മാറ്റമൊന്നുമില്ല, സിറ്റുവേഷൻ അങ്ങനെ റെക്കോർഡിങ്. അദ്ദേഹം മദ്രാസിൽ വരുന്ന സമയത്താണ് ലാലേട്ടൻ, പുള്ളി പറഞ്ഞ പോലെ സെൻസ് ഉള്ള ഒരു മനുഷ്യൻ, നല്ല അഭിപ്രായമൊക്കെ പറയും. ശരത്ത് അന്ന് അത്ഭുത വിളക്കുന്ന പേര് മാറ്റി ചാന്തുകൂട്ടാക്കി, ചാന്തുകൂട്ടെന്നാക്കി പാട്ട്. അപ്പൊ സൂര്യൻ ചാന്ത് കുടഞ്ഞു, നാണം പൊട്ടു തൊടുന്നു. അത് മാറ്റിയ ദശത്തെ ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ, പൊട്ടു തൊടുന്നത് നാണം. അപ്പൊ ചാന്ത് പൊട്ടുന്നത് അന്നത്തെ 2 വരിയിൽ തുടങ്ങുന്നത് ഒരു നിർദ്ദേശം. ആ സിനിമ വലിയ വിജയമായിരുന്നു ആ സമയത്ത് പാട്ടുകളും. പക്ഷെ ഇന്നത്തെ കാലത്ത് വരുമ്പോൾ ഒരു കമ്മ്യൂണിറ്റിനെ മുഴുവനായിട്ട് വികലമാക്കി കാണിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ വിമർശനം. ഇതിനുണ്ടോ അമ്മയിലും 2 വർഷം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എവിടെ നിന്നെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി, അത് ഏറ്റുപിടിക്കാൻ
കുറെ അധികം പേരുണ്ടോ. അത് ചെമ്മീനിനെ കുറിച്ചില്ല. ആ ആ ഇറങ്ങിയ സമയത്ത് ആരും പറഞ്ഞില്ല. കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വേറെ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ല ഇല്ല. ഇപ്പൊ വയലാറെ കൊണ്ടുപോയി മിക്കവാറും തല്ലുപിടിച്ചേ. ആ ഇപ്പൊ വരികളിൽ പോലും ഇപ്പം നമ്മുടെ മീശ മാധവനിലെ പാട്ടുകളുടെ വരികളിൽ പോലും പ്രശ്നങ്ങൾ കണ്ടെത്തുന്നു. നമ്മുടെ സമൂഹം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് മനസ്സങ്ങ് മാറിയിട്ടില്ല. ഇപ്പം ഈ 2006 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2006 മലയാള സിനിമയുടെ തലവര മാറ്റിയ വർഷമാണ്. ഏറ്റവും വലിയൊരു വിജയം, അന്നത്തെ എല്ലാ കളക്ഷൻ റെക്കോർഡുകളും ഭേദിച്ചൊരു സിനിമ പുറത്തിറങ്ങി. ആ സിനിമയൊക്കെ ഹിറ്റായിരുന്നു അതിലെ പാട്ടുകൾ. പറഞ്ഞു വന്ന ക്ലാസ്മേറ്റ്സ്, എന്റെ കൽബില് പാടാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. അപ്പൊ അതിലെ മറ്റു പാട്ടുകളായാലും ബോട്ട്, കാറ്റാടി തണലും, പിന്നെ വേറൊരു പാട്ടും കൂടെ ഉണ്ടായിരുന്നല്ലോ. ആ പാട്ട് എല്ലാവരും വലിയ ഹിറ്റ്. ആ കാത്തിരുന്ന പെണ്ണല്ലേ വലിയ ഹിറ്റായിരുന്നു. പക്ഷെ വ്യക്തിപരമായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു ചില്ലു ജാലകവാതിൽ എന്ന് പറഞ്ഞിട്ടുള്ള. ക്യാമ്പസ് മാറി. അത് ആദ്യം ബാംഗ്ലൂരായിരുന്നു ലൊക്കേഷൻ. കുറച്ചൊരു ഒരു ഹൈഫൈസ് ക്യാമ്പസ്. അവിടെ ഒരു സാധ്യതയിൽ നിശബ്ദതയിൽ അത് ഇത് തന്നെ ആ ക്യാരക്ടർ തന്നെ. പക്ഷെ നടന്നു വരുന്ന വഴിക്ക് കാണുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ ഫ്ലാറ്റ്സുള്ള വീട്. അപ്പൊ നടുക്കുള്ള റോഡ് കൂടെ നായ നടന്നു വരുമ്പോൾ ഈ കർട്ടൻ മാറ്റിയാണ് കാണുന്നത്. അതിലേ വരുന്നത്. അപ്പൊ ആ സമയത്ത് കർട്ടൻ മാറ്റുമ്പോൾ വളരെ ഇരിക്കരുത്. അങ്ങനെ അവൻ കാണും. അവൻ കാണാണ്ട് അങ്ങനെ കാണാൻ പറ്റില്ല. കാര്യം തട്ടം എന്നുള്ളൊരു റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ. അപ്പൊ തട്ടത്തിന് പകരമാണ് ഈ കർട്ടൻ വന്നത്. പിന്നെയാണത്. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അതുപോലെ കിലിങ്ങാണ്ട് വേണം ചില്ലി ജാലകവാതിലും തിരശ്ശീല നീങ്ങുമ്പോൾ മെല്ലെ ഒന്ന് കിലിങ്ങിയോ കൈവളകൾ. അപ്പൊ അത് നരേൻ രാധിക ആ ജോഡിയുടെ ആയിരുന്നോ ആ പാട്ട്? അങ്ങനെ തന്നെയായിരുന്നു. നമ്മള് പറഞ്ഞത് തന്നെയായിരുന്നു. പിന്നെയാണ് ഇങ്ങോട്ട് അത് വേണ്ട നമ്മുടെ ക്യാമ്പസിലേക്ക് മാറ്റാം. ഞാൻ CMS കോളേജ് കോട്ടയം വരുന്നത്. അത് ഞാൻ പഠിച്ചൊരു കാലഘട്ടവും എന്റെ രാഷ്ട്രീയവും ഒക്കെ ആയിരുന്നു. രാജുവിന്റെ പൃഥ്വിരാജിന്റെ ക്യാരക്ടർ. അപ്പൊ ഇത്തരം മനോഹരമായ പാട്ടുകൾ സിനിമയിൽ വരാതെ, അതായത് ചില പാട്ടുകൾ നമുക്ക് കേൾക്കുമ്പോൾ ചിത്രീകരിച്ച് കാണണമെന്ന് വലിയ ആഗ്രഹം തോന്നും. അത്തരത്തിൽ എനിക്ക് ആഗ്രഹം തോന്നിയൊരു പാട്ടാ ചില്ലു ജാലകവാതിൽ നിന്നിട്ടുള്ള. അപ്പൊ അത്തരം മനോഹരമായ പാട്ടുകൾ സിനിമയിൽ നിന്ന് പുറന്തള്ളപ്പെടുമ്പോൾ വലിയ വിഷമം തോന്നില്ലേ? വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ ഈ പാട്ട് മറികടന്നു വന്നിട്ടുണ്ട്. അവിടെ ചില്ലു ജാലകവാതിനകത്ത് എന്റെ സാന്നിധ്യം ഒരു എഴുത്തുകാരൻ എന്നുള്ള എന്റെ കയ്യൊപ്പായിരുന്നു. ഒത്തിരി കാവ്യാത്മകമാണ്. സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നവരുടെ ഉള്ളിലേക്ക് അത് കയറും. അതിന്റെ പേരിൽ എന്നോട് ഇഷ്ടം പറഞ്ഞ പെണ്ണുങ്ങൾ ധാരാളം. എന്റെ കൽബിനേക്കാൾ എന്റെ കൽബ് എന്ന് പറഞ്ഞാൽ ജനകീയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞാണ് ജനകീയമാകുന്ന ഒരു സുഖം സിനിമയുടെ വേറെയാണ്. എന്നെയൊക്കെ മതം മാറ്റാൻ വരെ വിളിച്ചതല്ലേ ഈ പാട്ട് കേട്ടു. ഇത്രയും തീവ്രമായിട്ടൊരു മുസ്ലിം പെൺമനസ് എങ്ങനെ കണ്ടു എന്ന് ചോദിച്ചു. നിങ്ങൾ ഇസ്ലാമാണ്. കാര്യം എത്ര അറിയില്ല, ഒന്നും പ്രകടിപ്പിക്കാൻ നിർത്തി. 2 കണ്ണിൽ കൂടെ ലാൽ ജോസ് പറഞ്ഞ വാക്യം പറഞ്ഞത് 2 കണ്ണ് മാത്രമേ ഉള്ളൂ പ്രണയം പറയാൻ. ഒരു ശരീരം ഇളക്കുകയോ ശരീരം മൊത്തം മൂടിയിരിക്കുക ഇവിടെ ഇല്ല, കണ്ണ് മാത്രമേ ഉള്ളൂ. ഈ കണ്ണിലൂടെ ഉള്ളിലെ പ്രണയത്തിന് തീവ്രത വരുത്തണം. തൊട്ടുമീട്ടുവാനെ ഉള്ള പൊട്ടുമെന്ന പോലെ നീ തൊട്ടാ മതി, അല്ലെങ്കിൽ പൊട്ടും. തൊട്ടടുത്ത് നിന്നെങ്കിലും കൈതൊടാൻ ലാളനങ്ങളിൽ മുഴുവൻ കൈത്താളമിട്ടെന്ന് പാടും. ഇന്ന് മാത്രമേ കാൽച്ചിലെങ്കിൽ മെല്ലെ കൊഞ്ചി ആദ്യത്തെ വരികൾ, ആദ്യം ചിട്ടപ്പെടുത്തിയ വരികൾ എന്റെ കൽബിലെ ഹൽവ എന്നുള്ള വാക്ക് എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്റെ കൽബിലെ ഹൽവയാണ്. അതൊരു റൈമിങ്ങിന്റെ സുഖം ഉണ്ടായിരുന്നു. കോഴിക്കോടും കിട്ടെ ഇസ്ലാം പാടല്ലേ, ഹൽവയ്ക്ക് കോഴിക്കോടൻ മധുരം അങ്ങനെ. അപ്പൊ അത് പറഞ്ഞ് വേണ്ട, അത്രയും പൈകിളി ആവണ്ടെന്ന് രാജ്യത്ത് അങ്ങനെയാണ് ആ വാക്ക് വരുന്നത്. കറുത്ത പക്ഷികൾ എന്നുള്ള സിനിമയിൽ ഒരു മനോഹരമായ പാട്ടുണ്ട്, മഴയിൽ എന്ന് പറയുന്ന ഒരു പാട്ട്. അപ്പം മഞ്ചേരിയുടെ ഒരു മാസ്റ്റർ പീസ് ആണ് ആ പാട്ട്. ആ പാട്ടില് ഒരു വരിയുണ്ട്, മുഖം തരാതെ പോയി മറഞ്ഞോ വസന്തകാലം എന്ന് പറഞ്ഞിട്ട്. ശരിക്കും മീനയുടെ കഥാപാത്രം, അതെ, ആ കഥാപാത്രം കടന്നു പോകുന്ന ഒറ്റ വാക്കിൽ പറഞ്ഞ് വിവരിച്ചതാണ്. അതിൽ മനോഹരമായിട്ട് എനിക്ക് തോന്നുന്നു പറ്റില്ല എന്നുള്ളത്. പിന്നെ ഒരു മഴ വരികയാണ്, ഒരു വേനൽ പിടിച്ചിരിക്കുന്ന മനസ്സിലേക്ക് ഒരു മഴ വരുമ്പോൾ സന്തോഷം. ഇവരുടെ കുടുംബം നഷ്ടപ്പെട്ടിരിക്കുക. അപ്പോഴാണ് ഈ കുടുംബത്തിന്റെ സ്നേഹവും സന്തോഷവും കണ്ടിട്ട് അത് കാണുമ്പോൾ ഒരു മഴ പെയ്യുന്ന സുഖം. അപ്പൊ അതിനു മുമ്പേ, മഴയ്ക്ക് മുമ്പേ 2-3 കാലം ഉണ്ടല്ലോ, വസന്തകാലം, വേനൽക്കാലം, അത് കഴിഞ്ഞാൽ മഴക്കാലം തന്നെ. അതാണ് ശരിക്കും അതിന്റെ ആ പ്രോസസ്സാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ആ പെയ്യുന്ന മഴയുടെ ഒരു തുള്ളി എന്റെ മനസ്സിൽ വീണു, മനസ്സിന്റെ മുകളിൽ കണ്ണാടിയിൽ വീണു എന്നുള്ള അതിന്റെ പാട്ട് അവസാനിക്കുന്നതാണ്. ശരി, അവരുടെ ജീവിതം തന്നെയാണ് കഥ. ഒരു സന്ദർഭം പറഞ്ഞു തരുമല്ലോ. കമൽ സാറില്ലേ, എനിക്കൊരു പേടിയുണ്ടായിരുന്നു. കമൽ സാറിന്റെ ഭയങ്കര പേടിയായിരുന്നു, ഈ പാട്ട് വേണോ ശരത്ത്. എന്റെ മനസ്സൊന്ന് കിട്ടുന്നു. നല്ല രസമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നു, മനസ്സത്താരെ നന്നായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നു. അപ്പോൾ
എന്താ ചോദിച്ചാൽ ഈ മഴ എൻ്റെ പടങ്ങളിൽ കണ്ടവാനുണ്ട് പേരുകൾ ആ. ഇഷ്ടംപോലെ ഉണ്ട്, മഴയുടെ ഒരു ആ. പെരുമഴയായിരുന്നു അദ്ദേഹത്തിന്. അപ്പൊ ഇനി മഴ വന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നും പറഞ്ഞിട്ട് അതൊന്നും ഇല്ല, കാണില്ല, സാരമില്ല, നമുക്ക് എടുക്കാം. എനിക്ക് എപ്പോഴും ഓർമ്മ വരാൻ മോഹൻചേട്ടൻ്റെ ഒരുപക്ഷെ ഞാനന്ന് പുറകെ പോയി, ഞാൻ സീട്ട് വിളിക്കാതെ ഒരുത്തിനാണെങ്കിൽ മോഹൻചേട്ടൻ ചിലപ്പോൾ കിട്ടില്ല എന്ന് പറഞ്ഞു. ഞങ്ങള് തൃശ്ശൂർ നാലുമാക്കൽ പുതിയൊരു ലോഡ്ജിലായിരുന്നു താമസിച്ചത്. അതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ മാത്രമല്ല, ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. മറ്റേതൊക്കെ സ്റ്റെയർ കേസൊക്കെ വന്നിട്ട് മുറികളായി, വരാന്തയായിട്ടില്ല, റെയിലീസ് ഒന്നും വെച്ചിട്ടില്ല. ഈ ഫോൺ വന്നു കഴിഞ്ഞാൽ എടുത്തോണ്ട് ഓടുന്നൊരു സ്വഭാവം ഇല്ലാതുകൊണ്ടല്ലോ. പെട്ടെന്ന് ഫോൺ ഞാൻ വരുമ്പോൾ മോഹൻചേട്ടൻ ആ ഫോണിനോട്ട് പോയി. മോഹൻചേട്ടൻ പോയത് എന്നാലും സീട്ട് നിർത്തിയപ്പോൾ ഞാനും പുറകെ കയറി ഇന്ത്യയിലൂടെ ഇങ്ങനെ പോയി. അപ്പം ഇദ്ദേഹത്തിനെ കുറച്ച് മോഹൻചേട്ടൻ പൊതുവെ ഒരു ആബ്സെന്റ് മൈൻഡഡ് സ്വഭാവം, സാധു എന്ന് പറഞ്ഞാൽ അത്രയും വലിയ സാധു. പിന്നെ അലക്സ് പോളാണ് മോഹൻ സിതാരാണെന്ന് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. രണ്ട് രീതിയാണല്ലോ. അപ്പം മോഹൻചേട്ടൻ ഇങ്ങനെ ഒരു ചിലവ് ആബ്സെന്റ് മൈൻഡ് ഉണ്ടാവും. അപ്പം എനിക്കിത് വലിച്ചുകൊണ്ട് എനിക്ക് മോഹൻചേട്ടൻ ഇങ്ങനെ നടന്നു പോവുക സംസാരിച്ചുകൊണ്ട്. അപ്പോൾ എനിക്ക് ജനം പുറകെ പോയി ഞാൻ കയറി പുറകിൽ നിന്ന് പിടിച്ചില്ല എന്നെങ്കിൽ ഈ റെയിലിങ്സ് ഇല്ലാത്തവിടെ നിന്ന് മോഹൻചേട്ടൻ ചിലപ്പോൾ താഴെ വീഴും. മോഹൻചേട്ടനെ അറിയാവുന്നവർക്ക് മനസ്സിലാവും, ശ്രദ്ധിക്കുന്നില്ല, അതിനകത്ത് ഇൻവോൾവാണ്. അത് കഴിഞ്ഞപ്പോൾ മോഹൻചേട്ടൻ പെട്ടെന്ന് നിന്നത് അതാണ്. പക്ഷെ അതിൻ്റെ കൂടെയാണ് ഇത് വേണമെന്നുള്ളൊരു ആശങ്ക. അത് പിന്നെ മോഹൻചേട്ടൻ നിർബന്ധിച്ചു സാർ അത്. അതുകൊണ്ടൊരു മനോഹരമായ പാട്ട്. ശരിക്കും അദ്ദേഹം അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ലെജൻഡാണ്, ആരും അങ്ങനെ എടുത്തു പറയാത്ത. മോഹൻചേട്ടൻ അങ്ങനെ ആഗ്രഹിക്കാത്തതാണ്. ഇതൊക്കെ എന്താ സിനിമ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്തില്ലെങ്കിൽ അങ്ങനെയാണല്ലോ ഈ ഫീൽഡ്. മാർക്കറ്റിംഗ് ആണ്. ഞാനൊരു പഴക്കൊലയാണെന്ന് ഞാൻ തന്നെ ബോധ്യപ്പെടുത്തണം. എന്നിട്ട് കടയുടെ മുമ്പിൽ എന്നെ കെട്ടി തൂക്കിയില്ലെങ്കിൽ ഞാൻ പോയി തോന്നണം കലാഭവന്മാരെ പണ്ടുപറഞ്ഞു എന്ന് പറഞ്ഞാലേ അത് ശരിയാ. കാര്യം മാർക്കറ്റിംഗ് വേണം അതിന്. മോഹൻചേട്ടൻ അതൊന്നും ആഗ്രഹിക്കില്ല. എന്നെ തേടി വരുന്ന എനിക്ക് മതി. ഓരോരോ പാട്ടുകളും ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ പാട്ടുകളും അത്ര മനോഹരമാണ്. നമുക്ക് മാറ്റി വയ്ക്കും. അത്രമാത്രമേ അതിനെ ഇൻവോൾവ് ചെയ്യും. സത്യമാണ്. വെറുതെ ഇരുന്നാണ്. ഇപ്പോൾ ഒരു പല്ലവി ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 20 പല്ലവി ഉണ്ടാവും. അത് പളുങ്ക് എന്നുള്ള പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരുവേനയായിരുന്നു, കൈതപ്ര തിരുവേനയായിരുന്നു.